ഗോപാലിന് ഏകദേശം 75 വയസ്സിന് മുകളിലുണ്ട്. ഗോപാലേട്ട, നിങ്ങളുടെ മക്കൾ ഗൾഫിലുണ്ട്, രണ്ടുപേരും ഗൾഫിലുണ്ട്. എൻ്റെ ബിസിനസ്സിൻ്റെ തുടക്കകാലത്ത് എനിക്കൊരു സ്റ്റേഷനറി കടയുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റേഷനറി കടയിൽ ഒരുപാട് ബാങ്ക് സപ്ലൈ ആൾക്കാരൊക്കെ വരും. അതിലൊരാളാണ് ഒരു ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ. ഇപ്പോൾ ഏകദേശം ഗോപാലേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗോപാലിന് ഏകദേശം 75 വയസ്സിന് മുകളിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പ്രായത്തിലും ഈ സപ്ലൈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോടെ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും സഹായത്തിന്. അപ്പോൾ ഗോപാലേട്ടൻ വണ്ടിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഗോപാലേട്ടൻ ഞാനൊരു ചെയർ വെച്ച് കൊടുക്കുക, ചെയറിലിരുന്ന് ഓർഡർ എടുക്കും, എന്നിട്ട് കൂടെയുള്ള സഹായിയായ പിള്ളമാരുടെ അടുത്ത് സാധനം സപ്ലൈ ചെയ്യും. ഇതൊരു സ്ഥിരം സംഭവം. വീക്കിൽ ഒരു ദിവസം എന്തായാലും ഗോപാലേട്ടൻ വന്നിരിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഗോപാലേട്ടനോട് ചോദിച്ചു, ഗോപാലേട്ട, നിങ്ങൾ ഈ പ്രായത്തിലും ഇങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ? വേറെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു റെസ്റ്റ് എന്നുള്ള കണ്ടീഷനിൽ നിന്നൂടെ? ഗോപാലേട്ടന് ഇഷ്ടമുള്ള കാര്യം കൃഷിയൊക്കെ നോക്കുന്നത് ഗോപാലേട്ടന് ഇഷ്ടമുള്ള കാര്യമാണ്. ചെറിയ കൃഷിയൊക്കെ ഉണ്ട് ഗോപാലിന്. കൃഷി വലിയ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഗോപാലേട്ടൻ പറഞ്ഞാൽ എനിക്കാവുന്നില്ല, എനിക്ക് ഒരു നേരം പൊക്കിന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഗോപാലേട്ടൻ അയച്ചു, ഗോപാലേട്ടൻ സത്യം പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്ര റിസ്ക് എടുത്തിട്ട് വരുന്നു? അപ്പോൾ ഗോപാലേട്ടൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഉപജീവനം മുമ്പോട്ട് പോകണം, എനിക്ക് എൻ്റെ ഭാര്യയുടെ ചെലവിനും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണം. അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഗോപാലേട്ടൻ വെച്ചു, ഗോപാലേട്ട, നിങ്ങളുടെ മക്കൾ ഗൾഫിലുണ്ട്, രണ്ടുപേര് ഗൾഫിലുണ്ട്, രണ്ടുപേര് നാട്ടിൽ നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പോൾ അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്ന് മുമ്പോട്ട് പോയി. അപ്പോൾ ഗോപാലേട്ടൻ പറഞ്ഞത്, ഞാൻ അവർ ചോദിച്ചാൽ എനിക്ക് എത്ര കാശ് വേണമെന്ന് തരും, പക്ഷെ അവരോട് ഞാൻ ചോദിക്കണ്ടേ, അത് എൻ്റെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സപ്ലൈയോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗോപാലേട്ടൻ നല്ല ടൈമിന്, അതായത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ നല്ല ടൈമിൽ നടന്നു പോകുന്ന ടൈമിന് ഗോപാലേട്ടൻ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ച്, അതായത് ആക്റ്റീവ് ഇൻകം ഗോപാലേട്ടൻ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പാസീവ് ഇൻകം ഗോപാലേട്ടൻ ചെയ്തില്ല. അപ്പോൾ ഗോപാലേട്ടൻ ആ പാസീവ് ഇൻകം ഏതെങ്കിലും രീതിയിൽ ആ നല്ല ടൈമിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടെങ്കിൽ ഗോപാലേട്ടൻ ഈ വയസ്സായ കാലത്തും ഈ പ്രായമേറിയ കാലത്തും ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വരുമായിരുന്നില്ല. അപ്പോൾ നമ്മളെ ഇടയിലും ഇനിയും ഗോപാലേട്ടന്മാർ ഇല്ലാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ നല്ല ടൈമിലും നമ്മുടെ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നല്ല പ്രായത്തിൽ, അതായത് നമ്മുടെ ബിസിനസ്സൊക്കെ നന്നായി നടന്നു പോകുന്ന ടൈമിൽ തന്നെ നമ്മൾ ചെറുതായിട്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടാൻ, പക്ഷേ ഫ്യൂച്ചറിൽ നമുക്കൊരു വലിയൊരു സമ്പത്തായിട്ട് ഉറപ്പായിട്ട് അത് മാറും. നിങ്ങൾക്കും ഇതുപോലെ പാസീവ് ഇൻകം, അതായത് നിങ്ങൾ ഉറങ്ങുമ്പോഴും വരുമാനം വരുന്ന സ്രോതസ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഉറപ്പാണ് വരുമാനം. Urban Corporation Wealth Management from 22 Group.